നമസ്കാരം. മഹാഭാരതത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് യുദ്ധം 16-ാമത്തെ ദിവസമായി. ഈ 16-ാമത്തെ ദിവസത്തെ പ്രഭാതത്തിൽ സേനാനായകൻ ആരായി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. കർണനാണ് കൗരവരുടെ സേനാനായകൻ, സർവ്വസൈന്യാധിപൻ. അദ്ദേഹം ചിഹ്നങ്ങളും അണിഞ്ഞ് വെള്ള കുതിരകളെ പൂട്ടിയ രഥത്തിൽ പൊന്നുകെട്ടിയ വില്ലുമേന്തി ആവനാഴിയും തോൾവളയും ധരിച്ച് കർണൻ കൗരവ സൈന്യത്തെ പോർക്കളത്തിലേക്ക് നയിച്ചു. പൗരുഷത്തിന്റെ പ്രതീകവും സൂര്യ തേജസ്സോടും കൂടിയ കർണൻ അതീവ സുന്ദരനാണ്. അവന്റെ രഥത്തിൽ ശതാഗ്നി, തോമരം, ശൂലം, കിങ്ങിണിയുള്ള വേൽ, വിവിധ തരത്തിലുള്ള അമ്പുകൾ തുടങ്ങിയ ആയുധങ്ങൾ നിറച്ചിരുന്നു. ആനച്ചങ്ങല ചിഹ്നമുള്ള അവന്റെ വെള്ളക്കൊടി രഥത്തിന്റെ മുകളിലായി പാറിപ്പറന്നു. സമരമുഖത്തെത്തിയ സൈന്യത്തെ കർണൻ മകരവ്യൂഹം ചമച്ച് ബന്ധിച്ചു. മകരത്തിന്റെ, അതായത് മകരമണ്ഡലത്തിന്റെ ആകൃതിയിലുള്ള വ്യൂഹമാണ് മകരവ്യൂഹം. അതിന്റെ മുഖത്തായി കർണൻ നിന്നു. കർണങ്ങളിലായി അതിന്റെ ചെവി ഭാഗത്ത് ശകുനിയും ഉലൂകനും നിലയുറപ്പിച്ചു. ദ്രോണപുത്രനായ അശ്വത്ഥാമാവിന്റെ ശിരസിലാണ് സ്ഥാനം നൽകിയത്. കഴുത്തിലായി ദുര്യോധന സഹോദരൻ സ്ഥാനമുറപ്പിച്ചു. ഒരു വലിയ പടയുമായി മകരത്തിന്റെ നടുവിലായി ദുര്യോധനൻ സ്ഥാനം ഉറപ്പിച്ചു. ഇടത് പിൻകാലിൽ ശല്യനും വലതുകാലിൽ സുശേഷണനും നിലനിന്നു. വാലിലാണ് മഹാവീരന്മാരായ ഭ്രാതാക്കൾ ചിത്രനും ചിത്രസേനനും നിന്നത്. വളരെ മിടുക്കന്മാരായ രണ്ട് സഹോദരന്മാരാണ് ചിത്രനും ചിത്രസേനനും. രാധേയൻ സൈന്യം ബന്ധം നടത്തി. അത് കഴിഞ്ഞപ്പോ പാണ്ഡവ സൈന്യം പടക്കളത്തിലെത്തി. മകരവ്യൂഹത്തിന് എതിർവ്യൂഹമായി അർജുനൻ ചന്ദ്രവ്യൂഹമാണ് ചമച്ചത്. വ്യൂഹത്തിന്റെ ഇടതുഭാഗത്ത് ഭീമനും മധ്യത്തിൽ യുധിഷ്ഠിരനും അർജുനനും നിന്നു. നകുല സഹദേവന്മാർ യുധിഷ്ഠിരന് പിന്നിലായി നിന്നു. യുധാമന്യു, ഉത്തമൗജസ് തുടങ്ങിയ മഹാരഥന്മാർ ഓരോ മർമ്മസ്ഥാനങ്ങളിൽ സ്ഥാനമുറപ്പിച്ചു. കൗരവ സൈന്യത്തിന്റെ മകരവ്യൂഹം കണ്ട യുധിഷ്ഠിരൻ പറഞ്ഞു, അർജുന, ഈ വ്യൂഹമൊക്കെ നിസ്സാരമാണ്. എന്നാൽ അതിലൊരു വില്ലാളി ശോഭിക്കുന്നുണ്ട്. അജയ്യനായ സൂതപുത്രൻ കർണൻ. കഴിഞ്ഞ 14 വർഷമായി എന്റെ ഉറക്കം കെടുത്തുന്ന ഒരു ശല്യമാണവൻ. അവനെ കൊന്നാൽ നിന്റെ ജയം സുനിശ്ചിതം. ഏതായാലും അജയ്യനായ കർണന്റെ പടച്ചട്ടയും കുണ്ടലങ്ങളും അറുത്തു നേരത്തെ വാങ്ങിച്ചു. അതുകൊണ്ട് തന്നെ ഇനി യുദ്ധത്തിൽ കർണനെ നിഗ്രഹിക്കാൻ കഴിയുമെന്ന് യുധിഷ്ഠിരന് അറിയാം. എന്നാലും അനുജനോട് അദ്ദേഹം ഇത്രയും പറയുകയാണ് ചെയ്തത്. രണ്ട് വിഭാഗവും തമ്മിൽ ഭയങ്കരമായ യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ രണ്ടുപേരുടെ വിഭാഗവും തമ്മിൽ ഭയങ്കരമായ യുദ്ധം നടന്നു. ഭീമൻ ഒരു ആനപ്പുറത്ത് കയറിയാണ് കൗരവ സൈന്യങ്ങളോട് ഏറ്റുമുട്ടിയത്. രത്നം പതിച്ച ഇരുമ്പിൻ ചട്ടയാണ് അവൻ ധരിച്ചിരുന്നത്. അവന്റെ പൊന്നുകെട്ടി അലങ്കരിച്ച ആന ഉദയപർവ്വതം പോലെ ശോഭിച്ചു. കുലുകം എന്ന രാജ്യം ഭരിച്ചിരുന്ന ക്രോധവശൻ എന്ന അസുരവംശത്തിൽ ജനിച്ചവനുമായ ക്ഷേമമൂർത്തി കൗരവ സൈന്യത്തിലെ പ്രഗത്ഭനായ ഒരു നായകനായിരുന്നു. ആനപ്പുറത്ത് ഇരുന്നാണ് അവനും യുദ്ധം ചെയ്യുന്ന പതിവ്. ക്ഷേമമൂർത്തിയും ഭീമനും ആനപ്പുറത്തിരുന്ന് പരസ്പരം പോരാടി. ക്ഷേമമൂർത്തി ഭീമന്റെ വില്ല് കുറിച്ചു. മറ്റൊരു വില്ല് എടുക്കുന്നതിനിടെ ക്ഷേമമൂർത്തി ഭീമന്റെ ആനയുടെ മസ്തകം അമ്പെയ്ത് ആനയെ വീഴ്ത്തി. ആന വീഴുന്നതിന് മുൻപ് ഭീമൻ ഗദയുമായി താഴേക്ക് ചാടി ക്ഷേമമൂർത്തിയുടെ ആനയെ അടിച്ചു വീഴ്ത്തി. കുലുവരാജാവ് ആനപ്പുറത്ത് നിന്ന് താഴേക്ക് ചാടി. അവൻ വാളും പരിചയവുമായി ഭീമനോട് ഏറ്റുമുട്ടി. എന്നാൽ ഭീമൻ തന്റെ ഗദ കൊണ്ട് ഒറ്റയടിക്ക് ക്ഷേമമൂർത്തിയെ കൊന്നു വീഴ്ത്തി. പ്രഭാതത്തിൽ തന്നെ കൗരവർക്കേറ്റ കനത്ത പ്രഹരമായിരുന്നു അത്. പ്രഭാവശാലിയായ ക്ഷേമമൂർത്തി മരിച്ചു വീണപ്പോൾ അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്ന ആനകളും ഭടന്മാരും ചിന്നിച്ചിതറി ഓടി. ഇത് കണ്ട് ദുര്യോധനൻ അസ്വസ്ഥനായി. അവൻ ദീനനായി കർണനെ നോക്കി. കർണൻ പാണ്ഡവപ്പടയിലേക്ക് കണക്കില്ലാതെ അസ്ത്രങ്ങൾ അയക്കാൻ തുടങ്ങി. അതോടൊപ്പം അശ്വത്ഥാമാവും കൃതവർമാവും പാണ്ഡവപ്പടയെ ആക്രമിക്കാൻ തുടങ്ങി. പാണ്ഡവപ്പടയും ശക്തമായി കൗരവരെ നേരിട്ടു. കൗരവ പ്രമാണിമാരും പാണ്ഡവ പ്രമാണിമാരും തമ്മിൽ ഘോരമായ യുദ്ധം തുടങ്ങി. നകുലൻ കർണനോടും ഭീമൻ അശ്വത്ഥാമാവിനോടും
യുധിഷ്ഠിരൻ ദുര്യോധനോടും, ശിഖണ്ഡി കൃതകർമാവിനോടും, സഹദേവൻ ദുശാസനോടും ഏറ്റുമുട്ടി. ശ്രുതകർമാവ് അഭിസാദേശത്തിലെ രാജാവായ ചിത്രസേനോടും, യുധിഷ്ഠിരപുത്രനായ പ്രതിവിന്ധ്യൻ കൗരവയോദ്ധാവായ ചിത്രനോടും ഏറ്റുമുട്ടി. ശ്രുതകർമാവിന്റെ ശരമേറ്റ് ചിത്രസേനൻ മരിച്ചു വീണു. യുധിഷ്ഠിരന്റെ പുത്രനായ പ്രതിവിന്ധ്യൻ ചിത്രനെയും വധിച്ചു. അവർ രണ്ടുപേരും മരിച്ചപ്പോൾ കൗരവസേനയ്ക്ക് ഭീതി വർദ്ധിച്ചു. അവർ ചിന്നിച്ചിതറി. ഇത് കണ്ട് അശ്വത്ഥാമാവ് അങ്ങോട്ട് ചെന്ന് പാണ്ഡവരെ എതിർക്കാൻ തുടങ്ങി. ഉടൻ തന്നെ ഭീമൻ അശ്വത്ഥാമാവിനോട് ഏറ്റുമുട്ടി. ഭയങ്കരമായ യുദ്ധത്തിൽ രണ്ടുപേരുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാവുകയും രണ്ടുപേരും അവരവരുടെ രഥത്തിൽ മോഹാലിസപ്പെട്ട് വീഴുകയും ചെയ്തപ്പോൾ അവരുടെ സൂതന്മാർ തേർ പിന്നണിയിലേക്ക് കൊണ്ടുപോയി. ഈ സമയം അർജുനൻ സംശപ്തകരെ സംഹരിച്ചുകൊണ്ടിരുന്നു. കർണൻ ഇതൊക്കെ കണ്ടുകൊണ്ട് യുദ്ധത്തലയ്ക്കൽ നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് മാറാൻ കഴിയാത്തത് കൊണ്ട് പലരെയും അർജുനന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അവരെല്ലാം അർജുനന്റെ ബാണങ്ങളേറ്റ് പിടഞ്ഞു മരിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും പിന്നിലേക്ക് പോയ അശ്വത്ഥാമാവ് വിശ്രമം കഴിഞ്ഞ് തിരിച്ചെത്തിയിരുന്നു. അർജുനനുമായി അശ്വത്ഥാമാവ് ഏറ്റുമുട്ടി. ദ്രൗണിയുടെ ശരീരത്തിൽ അർജുനന്റെ ശരങ്ങൾ തറച്ചു. ദ്രൗണിയുടെ സൂതൻ കൊല്ലപ്പെട്ടു. അപ്പോൾ അർജുനൻ കുതിരകളുടെ ദേഹത്തേക്ക് അസ്ത്രങ്ങൾ എയ്തു. അതുകൊണ്ട് അശ്വങ്ങൾ രഥവും വലിച്ചുകൊണ്ട് ഓടിപ്പോയി. ഈ സമയം പാണ്ഡവപ്പട പടത്തലയ്ക്കൽ വലിയ കോലാഹലം കേട്ടു. പാണ്ഡവപ്പടയുടെ തലയ്ക്കൽ ഭയങ്കര കോലാഹലം കേട്ടു. സൈന്യങ്ങൾ ചിന്നിച്ചിതറാൻ തുടങ്ങി. ഇത് കണ്ട് കൃഷ്ണൻ അർജുനന്റെ രഥത്തെ അവിടേക്ക് തെളിച്ചു. മഗധാധിപനും സഹോദരനുമായ ദണ്ഡനും കൂടി പാണ്ഡവപ്പടയെ മർദ്ദിക്കുന്നതിന്റെ പ്രത്യാഘാതമായിരുന്നു ആ കോലാഹലം. അഭ്യാസബലമുള്ള ഒരു വലിയ ആനയുടെ പുറത്തിരുന്നാണ് ദണ്ഡധാരകൻ യുദ്ധം ചെയ്തിരുന്നത്. ഇതിനോടകം തന്നെ പാണ്ഡവരുടെ സൈന്യത്തിലെ അനേകം ആനകളെയും ഭടന്മാരെയും വധിച്ചു കഴിഞ്ഞു. അർജുനനെ കണ്ടതോടുകൂടി ദണ്ഡധാരൻ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് അർജുനനോട് എതിരിട്ടു. അനവധി അസ്ത്രങ്ങൾ കൃഷ്ണാർജുനന്മാരുടെ നേരെ പ്രയോഗിച്ചെങ്കിലും അവയെല്ലാം മുറിച്ചുകൊണ്ട് കൂരമ്പുകൾ മഗധന്റെ മേൽ ചെരിഞ്ഞു. അവസാനം കുന്തിപുത്രൻ ദണ്ഡധാരനെ കൊന്നു. ഇത് കണ്ട സഹോദരൻ ദണ്ഡൻ അർജുനനോട് എതിരിട്ടു. അവനെയും താമസിക്കാതെ അർജുനൻ കാലപുരിക്ക് അയച്ചു. പാണ്ഡവ പക്ഷക്കാരായ നല്ല അഭ്യാസബലമുള്ള യോദ്ധാവാണ് പാണ്ഡ്യൻ. സാമാന്യക്കാർക്കൊക്കെ അദ്ദേഹം അജയ്യനാണ്. യഥാർത്ഥത്തിലുള്ള കഴിവിനും അപ്പുറത്താണ് തന്റെ കഴിവെന്നാണ് അദ്ദേഹം ചിന്തിച്ചിരിക്കുന്നത്. ഭീഷ്മരും ദ്രോണരും പോലും തനിക്ക് സമനല്ല എന്നാണ് അദ്ദേഹത്തിന്റെ ചിന്ത. ഇതുവരെ ആരുമായി യുദ്ധം ചെയ്യാതിരുന്ന അദ്ദേഹം എന്തെങ്കിലും പരാക്രമം കാണിക്കാതെ മടങ്ങുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചാണ് യുദ്ധത്തിന് ഇറങ്ങിയത്. കർണന്റെ സേനാവ്യൂഹത്തെ തകർക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അപ്പോൾ അശ്വത്ഥാമാവാണ് അദ്ദേഹത്തോട് ഏറ്റുമുട്ടാൻ വന്നത്. അശ്വത്ഥാമാവ് പാണ്ഡ്യന്റെ കൊടിമരം മുറിച്ചു, വില്ല് മുറിച്ചു, കുതിരകളെ കൊന്നു, രഥം എള്ളുമണി പോലെ നുറുക്കി. പാണ്ഡ്യൻ വാരണ യുദ്ധവിദഗ്ധനായിരുന്നു. വിദഗ്ധനായ അവൻ, അതായത് അവന്റെ രഥവും സൂതനും അശ്വവും എല്ലാം നഷ്ടപ്പെട്ടു. അപ്പൊ രഥമില്ലാത്തവനായ അവൻ അടുത്തു കണ്ട ഒരു വലിയ ആനയുടെ പുറത്തു കയറി ദ്രോണിയുടെ നേർക്ക് പാഞ്ഞെടുത്തു. ദിനേശലക്ഷ്മി പോലെ ശോഭിക്കുന്ന ഒരു തോമരം എന്ന് പറഞ്ഞ അമ്പ് അവൻ ദ്രൗണിയുടെ നേർക്ക് അയച്ചു. അത് ദ്രൗണിയുടെ പടച്ചട്ട പിളർന്നെങ്കിലും അവൻ മോഹാലസ്യപ്പെട്ടില്ല. ദ്രൗണി ചാടി എഴുന്നേറ്റ് ചവിട്ടേറ്റ സർപ്പത്തെ പോലെ ചീറി അന്തകന്റെ ദണ്ടുപോലെയുള്ള 14 സായകങ്ങൾ എടുത്ത് ആ പാണ്ഡ്യന്റെ കൊമ്പന്റെ 4 കാലും ഖണ്ഡിച്ചു. 2 ശരം കൊണ്ട് പാണ്ഡ്യന്റെ 2 കരങ്ങളും ഛേദിച്ചു. 3ാമത്തെ ശരം കൊണ്ട് രാജാവിന്റെ കണ്ഠവും അറുത്തു. പാണ്ഡ്യൻ ആലപ്പുറത്ത് നിന്ന് മരിച്ചു വീണു. കൗരവർ അശ്വത്ഥാമാവിന്റെ പരാക്രമത്തെ സ്തുതിച്ചു. പോർക്കളത്തിൽ ഒരു ഭാഗത്ത് നകുലൻ കൗരവ സൈന്യവുമായി യുദ്ധം ചെയ്യുകയായിരുന്നു. അവൻ കൗരവപ്പടയെ കണക്കില്ലാതെ കൊന്നൊടുക്കുന്നത് കണ്ട് കർണൻ ഓടി വന്ന് നകുലനോട് ഏറ്റുമുട്ടി. കർണനെ കണ്ടപ്പോൾ നകുലന് വലിയ സന്തോഷമായി. ദുഷ്ട, സകല അനർത്ഥത്തിനും നീയാണ് ഹേതു. സകല കലഹവും ഉണ്ടായത് നീ ഒരുത്തൻ കാരണമാണ്. നീ കാരണം കുരുക്കൾ തമ്മിലേറ്റ് നശിക്കുന്നു. ഇന്ന് നിന്നെ കൊന്ന് ഞാൻ കൃതകൃത്യനാകും. ഇത് കേട്ടപ്പോൾ കോപത്തിന് കാരണം കണ്ണന് പുച്ഛമാണ് തോന്നിയത്. അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കൊള്ളാം, നിന്റെ മേനി പറച്ചിൽ അസലായിരിക്കുന്നു. എടാ കുട്ടി, വാക്കുകൊണ്ടല്ല പ്രവൃത്തി കൊണ്ടാണ്
യോഗ്യത കാണിക്കേണ്ടത്. കഴിവുള്ളവർ പ്രവർത്തിക്കുന്നു, കഴിവില്ലാത്തവർ പ്രസംഗിക്കുന്നു. ശരി, നിന്റെ ഗർവ് ഇപ്പോൾ തന്നെ തീർത്തേക്കാം. കർണൻ നകുലന്റെ നേർക്ക് അമ്പുകൾ അയക്കാൻ തുടങ്ങി. നകുലൻ ഭയപ്പെട്ടില്ല. അവനും കർണന്റെ നേർക്ക് അമ്പുകൾ അയക്കാൻ തുടങ്ങി. എന്നാൽ കർണൻ അവനെ ശരങ്ങൾ കൊണ്ട് മൂടി. അവന്റെ വില്ല്, കൊടിമരം ഒക്കെ മുറിച്ചു. സൂതനെയും കുതിരകളെയും കൊന്നു. രഥം ഛിന്ന ഭിന്നമാക്കി. ആയുധങ്ങളും വാഹനവും നഷ്ടപ്പെട്ട നകുലൻ കർണന്റെ മുമ്പിൽ നിന്ന് പരുങ്ങി. കർണൻ പൊട്ടിച്ചിരിച്ചു. ഗത്യന്തരമില്ലാതെ നകുലൻ അവിടെ നിന്ന് ഓടിപ്പോകാൻ തുനിഞ്ഞു. ഉടനെ ഞാണോടുകൂടിയ വില്ല് കർണൻ നകുലന്റെ കഴുത്തിലിട്ടു. എന്നിട്ട് പിടിച്ചു നിർത്തി. എന്നിട്ട് പരിഹാസത്തോടെ പറഞ്ഞു, എടാ കുട്ടി, നീ പുലമ്പിയതൊക്കെ പാഴായി പോയല്ലോ. ലജ്ജിക്കേണ്ട, നിന്നെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. മേലാൽ നീ ബലവാന്മാരോട് എതിർക്കാൻ നിൽക്കരുത്. നേരെ ശിബിരത്തിലേക്ക് പൊയ്ക്കൊള്ളൂ. നകുലനെ കൊല്ലാൻ കർണൻ ഒരു പ്രയാസവുമില്ലായിരുന്നു. എന്നാൽ കുന്തിദേവിക്ക് കൊടുത്ത വാക്കു പാലിക്കുവാൻ വേണ്ടി അവനെ വെറുതെ വിട്ടു. നകുലൻ ലജ്ജിതനായി അപമാനിതനായി ധർമ്മപുത്രരുടെ തേരിൽ കയറി. കുളത്തിലകപ്പെട്ട സർപ്പം പോലെ അവൻ അപമാനം സഹിച്ച് ഹൃദയം ചുട്ട് നെടുവീർപ്പിട്ടു. ഈ സമയം പാണ്ഡവ നേതാക്കൾക്ക് പരാജയം സംഭവിച്ചു. യുയുത്സുവും ഉലൂകനും കൂടി പോരാടി. യുയുത്സു പിന്നിലേക്ക് ഓടിപ്പോയി. ശ്രുതകർമാവും ശതാനീകനും കൂടി ഏറ്റുമുട്ടി. ശതാനീകൻ തേരും ആയുധങ്ങളും നഷ്ടപ്പെട്ട് ഓടിപ്പോയി. ദൃഷ്ടദ്യുമ്നും കൃപരും തമ്മിൽ ഘോര യുദ്ധം നടന്നു. അതിൽ അധികം നേരം കൃപരോട് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ദൃഷ്ടദ്യുമ്നൻ തളർന്നു. അവന്റെ തേരാളി അവനെ പിന്നിലേക്ക് കൊണ്ടുപോയി. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ നിർത്താം. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം. നമസ്കാരം.